program. പ്രിയപ്പെട്ടവരെ, നമസ്തേ. സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഒരു മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് ഒരു മന്ത്രി എന്നോട് ചോദിച്ചു, നമ്മുടെ ചീഫ് സെക്രട്ടറി എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ല CS, നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നടക്കുന്ന ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് കരയണമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ ചീഫ് സെക്രട്ടറി അല്ലേ, കരയാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. മഴയത്ത് നനയുന്നത് തനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ചാർലി ചാപ്ലിൻ പറഞ്ഞിട്ടുണ്ട്. കാരണം മഴയത്ത് കരഞ്ഞാൽ ആരും തിരിച്ചറിയില്ലല്ലോ. സന്തോഷം വരാത്ത അനവധി സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും അത് പുറത്തു കാണിക്കാതിരിക്കാൻ ഞാൻ ബോധപൂർവം ശ്രമിച്ചിരുന്നു. സന്തോഷത്തിൻ്റെ മുഖാവരണം എല്ലാ സങ്കടങ്ങളെയും മറയ്ക്കും. പ്രസിദ്ധ കവിയായ ശ്രീകുമാരൻ തമ്പിയുടെ സഹോദരൻ പ്രസന്നവദനൻ തമ്പി എൻ്റെ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒരുമിച്ച് പല പ്രസംഗ മത്സരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്നെ കാണുമ്പോൾ പ്രസന്നവദനൻ എന്ന പേര് എനിക്കാണ് കൂടുതൽ ചേരുന്നതെന്ന് അദ്ദേഹം തമാശ രൂപേണ പറയാറുണ്ടായിരുന്നു. എപ്പോഴും പ്രസന്നവദനനായിരുന്നത് കൊണ്ട് കൂട്ടുകാർ എന്നെ പുഞ്ചിരി എന്ന് വിളിക്കാറുമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കും. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യ നിർമ്മല പൗർണമി എന്നെഴുതിയ മഹാകവി അക്കിത്തത്തിനെ ഞാൻ ശിരസ്സ നമിക്കുന്നു. സന്തോഷത്തിൻ്റെ അടിസ്ഥാന രഹസ്യം എന്താണ്? പണ്ട് കുട്ടിക്കാലത്ത് എവിടെയോ വായിച്ച ഒരു കഥ ഓർമ്മ വരുന്നു. ഒരിക്കൽ ഒരു പാവപ്പെട്ട കൃഷിക്കാരൻ ഫലമന്വേഷിച്ച് കാട്ടിൽ പോയി. അവിടെ ഒരു മരച്ചോട്ടിൽ ഒരു സന്യാസി വളരെ സന്തോഷചിത്തനായി ഇരിക്കുന്നത് കണ്ടു. എന്താണ് അന്വേഷിക്കുന്നതെന്ന് സന്യാസി കൃഷിക്കാരനോട് ചോദിച്ചു. തനിക്ക് ജീവിക്കാൻ വേണ്ട മാർഗങ്ങളില്ല, വളരെ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അടുത്തുള്ള ഒരു മരച്ചുവട് ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ കിളച്ചാൽ നിനക്ക് ആവശ്യമുള്ളത് കിട്ടും എന്ന് സന്യാസി പറഞ്ഞു. അവിടെ കിളച്ചപ്പോൾ കുറെ ഇരുമ്പ് കഷണങ്ങൾ കിട്ടി. അത് ഈ കൃഷിക്കാരൻ വീട്ടിൽ കൊണ്ടുപോയി വിറ്റിട്ട് ആവശ്യത്തിനുള്ള പണമുണ്ടാക്കി സുഖമായി ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ പണമെല്ലാം തീർന്നു. വീണ്ടും കാട്ടിൽ പോയി സന്യാസിയെ കണ്ടു. ഇരുമ്പ് വിറ്റുണ്ടാക്കിയ കാശ് തീർന്നു പോയെന്നും ഇനിയും ജീവിക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം എന്നും അയാൾ പറഞ്ഞു. അപ്പോൾ സന്യാസി മറ്റൊരു മരച്ചോട് ചൂണ്ടിക്കാണിച്ചു. അവിടെ കിളച്ചാൽ ആവശ്യത്തിനുള്ളത് കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അയാൾ അതനുസരിച്ചു. കിളച്ചപ്പോൾ കുറെ വലിയ വെള്ളിക്കഷണങ്ങൾ കിട്ടി. അത് വിറ്റ് കിട്ടിയ കാശുകൊണ്ട് അയാൾ സുഖമായി കുറേ നാൾ ജീവിച്ചു. പിന്നെ പണമെല്ലാം തീർന്നു. വീണ്ടും അയാൾ കാട്ടിൽ ചെന്നു. സന്യാസിയോട് അനുഭവിച്ച സുഖം പോരെന്നും ഇനിയും കൂടുതൽ പണം ആവശ്യമാണെന്നും പറഞ്ഞു. സന്യാസി കുറച്ച് അകലെയുള്ള ഒരു മരച്ചോട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അവിടെ ചെന്ന് കിളയ്ക്കൂ, നിനക്ക് ആവശ്യമുള്ളത് കിട്ടും. അവിടെ കിളച്ചപ്പോൾ കുറെ സ്വർണ്ണ കഷ്ണങ്ങൾ കിട്ടി. സന്തുഷ്ടനായി അയാൾ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഈ നിധിയെല്ലാം ഇവിടെ ഉണ്ടെന്നറിഞ്ഞിട്ടും ഈ സന്യാസി എന്തേ അതൊന്നും ഉപയോഗിക്കാത്തത്? എന്നിട്ടും അദ്ദേഹത്തിന് വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്നുവല്ലോ. അതിൻ്റെ കാരണം എന്താവാം? സന്യാസിയോട് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പണമല്ല സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്തവന് സന്തുഷ്ടമായി ജീവിക്കാൻ കഴിയുകയില്ല. സന്തോഷം നൽകുന്ന ഒട്ടനവധി ചെറിയ ചെറിയ കാര്യങ്ങൾ ജീവിതത്തിൽ കണ്ടെത്താൻ നമുക്ക് കഴിയും. അതാണ് എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം എന്ന് അദ്ദേഹം പറഞ്ഞു. സന്തോഷത്തിൻ്റെ രഹസ്യം അന്വേഷിച്ച ഒരുപാട് പേരുണ്ട്.
അതിൽ തത്വചിന്തകരുണ്ട്, കവികളുണ്ട്, സ്വപ്നാടനക്കാരുമുണ്ട്. എല്ലാത്തിനും ചേരുന്ന ഒരു ഉത്തരമില്ലെങ്കിലും ഇത് സംബന്ധിച്ച് നടന്ന റിസർച്ച് ഒരുപാട് സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. സന്തോഷങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വച്ച് ഏറ്റവും ദീർഘമായ പഠനം നടത്തിയത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഹാർവർഡ് സ്റ്റഡി ഓഫ് അഡൽട്ട് ഡെവലപ്മെന്റ് എന്ന പ്രോജക്റ്റിൽ 724 പേരെ നിരീക്ഷണ വിധേയരാക്കി. 1938 ടീനേജേഴ്സ് ആയിരുന്ന കാലം മുതൽ ഇന്ന് വരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് അതിൽ പഠനവിധേയരാക്കിയത്. ഇപ്പോഴും ആ കൂട്ടത്തിൽ 90 വയസ്സിന് മീതെയുള്ള 60 പേർ ജീവിച്ചിരിപ്പുണ്ട്. ബോസ്റ്റണിലെ പാവപ്പെട്ട ആൾക്കാർ മുതൽ ഹാർവർഡിലെ ബിരുദധാരികൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. ആദ്യകാലത്ത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയും ഇവരിൽ ഉൾപ്പെട്ടിരുന്നു. 2 ആണ്ട് കൂടുമ്പോൾ ഇവരുടെ ജീവിതശൈലിയെക്കുറിച്ചും മാനസിക ആരോഗ്യത്തെക്കുറിച്ചും ചോദിക്കുമായിരുന്നു. അവരിൽ പലർക്കും കൃത്യമായ ജീവിതശൈലി ഉണ്ടായിരുന്നു. പ്രായം കൂടുന്തോറും ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായതിൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു രീതി അവരിൽ കണ്ടെത്തി. ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ദുശീലങ്ങൾ ക്രമേണ വെടിയാനും ക്രിയാത്മകമായി ചിന്തിക്കാനും അവർ ശ്രദ്ധിച്ചതായി കണ്ടെത്തി. റിസർച്ചിൻ്റെ തലവനായ ഡോക്ടർ റോബർട്ട് വാൽഡിംഗ് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. They tend to realize how life is short and they are more likely to pay more attention on what makes them happy now. നമുക്കും ഇത് ചെയ്യുവാൻ കഴിയുകയില്ലേ? നമുക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ ഏതൊക്കെ എന്ന് കണ്ടുപിടിച്ചുകൂടെ? ചെറുപ്പകാലത്തെക്കുറിച്ച് ആലോചിക്കുക. കുട്ടിക്കാലത്ത് നമുക്ക് ഏറ്റവും സന്തോഷം പകർന്നത് എന്തായിരുന്നു? പാട്ടുപാടിയത്, പ്രസംഗിച്ചത്, പദ്യപാരായണം നടത്തിയത്, നൃത്തം ചവിട്ടിയത്, കളിച്ചത്, സ്റ്റാമ്പുകളും നാണയങ്ങളും ശേഖരിച്ചത്, അതോ പൂന്തോട്ടം പരിപാലിച്ചത്? പ്രായമാകുമ്പോൾ ഇവയിലേക്കൊക്കെ തിരികെ പോവുകയാണ് വേണ്ടത്. ഹാർവർഡ് യൂണിവേഴ്സിറ്റിയുടെ പഠനത്തിൽ മറ്റൊരു കാര്യം കൂടി വ്യക്തമായി. ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കൂട്ടുകാരോടും ഗാഢമായി ബന്ധമുള്ളവർ കൂടുതൽ സന്തുഷ്ടരാണ്. ഏകാന്ത ജീവിതം നയിക്കുന്നവർ അവർക്ക് ഈ സന്തോഷം ലഭിക്കുന്നില്ല. ഇന്ന് നമ്മുടെ മിക്ക വീടുകളിലും നാം കാണുന്ന കാഴ്ച എന്താണ്? അച്ഛനും അമ്മയും മാത്രമേ അവിടെ കാണാൻ കഴിയൂ. മക്കളെല്ലാം വിദേശത്താണ്. വല്ലപ്പോഴും വന്നാലായി. കിടപ്പ് രോഗികളുടെ കാര്യം വളരെ കഷ്ടമാണ്. അവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഏകാന്തതയിൽ ജീവിക്കുന്നവരുമൊത്ത് അല്പസമയം ചെലവഴിച്ചാൽ അവർ അനുഭവിക്കുന്ന സന്തോഷം എത്രയെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. വയസ്സുകാലത്ത് നമ്മുടെ സാമൂഹ്യ ജീവിതം കുറെ കൂടി സന്തുഷ്ടമാക്കണമെങ്കിൽ സന്നദ്ധ സേവനത്തിന്, വോളണ്ടിയറിങ്ങിന് തയ്യാറാകണം. സ്വമനസ്സാലെ പ്രതിഫലേച്ഛ കൂടാതെ സേവനമനുഷ്ഠിക്കുന്നതാണ് സന്നദ്ധ സേവനം. യാചിക്കപ്പെടാതെ ദാനം ചെയ്യുക എന്നർത്ഥം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഇതിന് വലിയ പ്രചാരമില്ല. ഞാൻ ഓർക്കുകയായിരുന്നു, 2014 കോമൺവെൽത്ത് ഗെയിംസ് ഇംഗ്ലണ്ടിൽ വെച്ച് നടന്നു. അന്ന് സ്കോട്ട്ലൻഡിലാണ് നടന്നത്. അതിൽ പങ്കെടുക്കാനായി ഞാൻ സ്കോട്ട്ലൻഡിൽ പോയപ്പോൾ എയർപോർട്ടിൽ നിന്നും എന്നെ സ്വീകരിച്ചത് 75 വയസ്സുള്ള വൃദ്ധ ദമ്പതികളായിരുന്നു. അതിഥികളെ സ്വീകരിക്കാൻ എത്തിയ വോളണ്ടിയേഴ്സ് ആയിരുന്നു അവർ. എന്നെ സ്വീകരിച്ച് ഗെയിംസ് വില്ലേജിൽ കൊണ്ടുപോകാനുള്ള എൻ്റെ സാരഥികൾ അവരാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഉൾക്കിടിലമുണ്ടായി. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് അവർ എനിക്ക് ഹസ്തദാനം നൽകി. അവരുടെ പുഞ്ചിരിക്ക് എന്തൊരു വശ്യതയായിരുന്നു. പകച്ചു നിന്ന എന്നോട് അവർ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങൾ അങ്ങയെ സുരക്ഷിതമായി ഗെയിംസ് വില്ലേജിൽ എത്തിക്കും. അവരുടെ ശരീരത്തിനു മാത്രമേ ജരാനരകൾ ബാധിച്ചിരുന്നുള്ളൂ. മനസ്സിന് എന്തൊരു ചെറുപ്പമായിരുന്നു. 2010 ദില്ലിയിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സ്പെഷ്യൽ ഡയറക്ടർ ജനറൽ ആയിരുന്നു ഞാൻ. അന്ന് അതിഥികളെ സ്വീകരിച്ച്
ഗെയിംസ് വില്ലേജിലേക്ക് കൊണ്ടുപോയത് ഹിന്ദി മാത്രം സംസാരിക്കുന്ന ദിവസക്കൂലിക്കാരായ ഡ്രൈവർമാരായിരുന്നു. ഒരു വോളണ്ടിയറും ഉണ്ടായിരുന്നില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ജോലിയിൽ നിന്നും വിരമിച്ച് വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്നവരാകണം. ഈ വിശ്രമവേളയിലും എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ജോലിയിൽ വോളണ്ടിയർ ആയിക്കൂടാ? ഇപ്പം ഞങ്ങളുടെ ഭാവുകയ്ക്ക് തന്നെ ഒരുപാട് വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ട്. വീഡിയോ എഡിറ്റിംഗ്, കണ്ടന്റ് എഡിറ്റിംഗ്, വേർഡ് പ്രോസസ്സിംഗ്, ക്വാളിറ്റി അഷ്വറൻസ് തുടങ്ങി ഒരുപാട് മേഖലകളിൽ ഞങ്ങൾക്ക് സന്നദ്ധ സേവകരെ ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ഒരു മാസമായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഭാവികയുടെ നേതൃത്വത്തിൽ 7 നേതൃത്വ പരിശീലന ക്യാമ്പുകൾ നടത്തി. എല്ലാ ക്യാമ്പിലും വോളണ്ടിയേഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു. സീനിയർ വിദ്യാർത്ഥികളാണ് ആ ജോലി ചെയ്തത്. അവർ എത്ര സന്തുഷ്ടരായിരുന്നുവെന്നോ. ജനങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ പ്രത്യേകം മന്ത്രാലയങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളുണ്ട്. അതെ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAEയും ഭൂട്ടാനും. 2016 മിനിസ്ട്രി ഫോർ ഹാപ്പിനെസ് ഉണ്ടാക്കി UAE ചരിത്രം സൃഷ്ടിച്ചു. ഒഹൂദ് ബിൻ കൽഫാൻ അൽ റൗമി എന്ന ഒരു വനിതയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. സന്തോഷമുണ്ടാക്കുന്ന പരിപാടികൾ, പദ്ധതികൾ, പുതിയ ഇനിഷ്യേറ്റീവ് ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ മന്ത്രാലയത്തിൻ്റെ പ്രധാന ചുമതല. ഇനി ഭൂട്ടാനിലെ കാര്യം നോക്കാം. ഭൂട്ടാൻ believes that every citizen's pursuit of happiness is a fundamental goal. The concept of gross national happiness, GNH, is enshrined in the Bhutan Constitution. പോപ്പുലേഷൻ സെൻസസിൻ്റെ ഭാഗമായി ഓരോ ഭൂട്ടാൻ പൗരനോടും നിങ്ങൾ സന്തുഷ്ടനാണോ എന്ന് ചോദിക്കും. ഇതിനുള്ള മറുപടിയാണ് ആ രാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഇൻഡെക്സ് നിർണ്ണയിക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എനിക്ക് ഊഹിക്കാവുന്നതാണ്. എൻ്റെ സാറേ, സന്തോഷത്തിന് പ്രത്യേക മന്ത്രാലയമൊന്നും വേണ്ട, ഇവിടെ ഉള്ളതിൽ ചില മന്ത്രാലയങ്ങളെങ്കിലും ഇല്ലാതാക്കിയാൽ ഞങ്ങൾക്ക് സന്തോഷം ലഭിക്കുമായിരുന്നു എന്നാവും അല്ലേ? എന്താ ശരിയല്ലേ? ലോകത്തിൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്ന 125 രാജ്യങ്ങളുണ്ടെന്നുള്ളതാണ് ഈ വർഷത്തെ സന്തോഷ സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് പുറത്തു വന്നപ്പോൾ മനസ്സിലായത്. ഒരു രാജ്യത്തിലെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, ആരോഗ്യ പരിരക്ഷണം, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ മേഖലകളിലെ നേട്ടങ്ങൾ പരിഗണിച്ചാണ് സന്തോഷ സൂചിക ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം കഴിഞ്ഞ തവണത്തേത് തന്നെ 126 സ്ഥാനം. തുടർച്ചയായി 7ാം തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഫിൻലാൻഡാണ്. 2ാം സ്ഥാനം ഡെൻമാർക്ക്, 3ാം സ്ഥാനം ഐസ്ലാൻഡ്, 4ാം സ്ഥാനം സ്വീഡൻ, 5ാം സ്ഥാനം ഇസ്രയേൽ. ചൈനയുടേത് 60ാം സ്ഥാനമാണ്. നേപ്പാളിന് 93ാം സ്ഥാനം. നമ്മുടെ തൊട്ട അയൽവാസിയായ പാകിസ്ഥാന് 95ാം സ്ഥാനമുണ്ട്. ഇന്ത്യക്ക് 126ാം സ്ഥാനമാണ്. ശ്രീലങ്കയ്ക്ക് 128, ബംഗ്ലാദേശിന് 129. ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യമായി അഫ്ഗാനിസ്ഥാൻ തുടരുന്നു, 143ാം സ്ഥാനം. അതിന് കാരണമായത് താലിബാന്റെ തിരിച്ചുവരവും തുടർന്നുണ്ടായ കെടുതികളുമാണ്. ആദ്യ 20 സ്ഥാനത്തുള്ളതിൽ തുടർന്നിരുന്ന US, അമേരിക്കയും ജർമ്മനിയും ഇത്തവണ 23ഉം 24ഉം സ്ഥാനങ്ങളിലായി. 1.5 കോടിയിലധികം ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ നെതർലാൻഡ്സും ഓസ്ട്രേലിയയും മാത്രമാണ് ആദ്യ 10ൽ എത്തിയത്. ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഫിൻലാൻഡ് ആണെന്ന് പറഞ്ഞു. ഇതിന് ആധികാരികമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. 1, അവരുടെ GDP പെർ ക്യാപിറ്റ നോക്കുന്നു. They have a strong economy and high standard of living. 2, social support. The Finnish society emphasizes community and mutual trust. 3, life expectancy.
access to quality healthcare, freedom to make life choices, personal autonomy, and freedom are valued. 5. Generosity of the general population, a culture of giving and support. 6. Perceptions of internal and external corruption levels, അതായത് ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. ഇത് പറഞ്ഞതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി. ഇതിൽ നിന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നുവെന്ന് വസ്തുനിഷ്ഠമായി പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. സമീപ ഭാവിയിലൊന്നും ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമുക്ക് സ്ഥാനം കയറ്റം കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സ്വമേധയാ സന്തുഷ്ടരാകാനുള്ള മാർഗം തേടാം. അതാണ് പ്രായോഗികം. ഒരു വ്യക്തി സന്തുഷ്ടനായാൽ വീട് സന്തുഷ്ടമാകും, അതുവഴി കുടുംബം സന്തുഷ്ടമാകും. കുടുംബങ്ങൾ സന്തുഷ്ടമായാൽ സമൂഹം സന്തുഷ്ടമാകും, സമൂഹം സന്തുഷ്ടമായാൽ രാജ്യം സന്തുഷ്ടമാകും. പറയാൻ എത്ര എളുപ്പമല്ലേ? ഇത് വല്ലതും നടക്കുന്ന കാര്യമാണോ എന്നാകും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ. നഗരത്തിലെ ഫ്ലാറ്റുകളിലിരുന്ന് മുരടിക്കാതെ വല്ലപ്പോഴുമെങ്കിലും ഗ്രാമങ്ങളിലേക്ക് മടങ്ങണം. നിങ്ങളുടെ പിതൃഭവനത്തിലേക്ക് അല്ലെങ്കിൽ മാതൃഭവനത്തിലേക്ക്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പാലക്കാട് പോകും. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളിലൂടെ ഞാൻ വായിച്ചറിഞ്ഞ പാലക്കാടൻ ഗ്രാമഭംഗി ശരിക്കും ആസ്വദിച്ചത് പാലക്കാട് ജില്ലാ കളക്ടറായപ്പോഴാണ്. പാലക്കാടിൻ്റെ ഉൾഭാഗങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ പിയുടെ കവിതകളിൽ വിവരിച്ച ഹൃദയഹാരിയായ കാഴ്ചകൾ കണ്ടു. കുന്നിൻ ചെരുവിലെ അമ്പലവും അമ്പലനടയിൽ പന്തലിടുന്ന മാമരവും അതിൻ്റെ ചോട്ടിലെ കൽവിളക്കും കണ്ടു. പറ്റിയ മഞ്ഞൾ നിറമായി പാടങ്ങൾ പെറ്റു തളർന്നു കിടക്കുന്നതും പായൽ മറ നീക്കി വെള്ള അമ്പലപ്പൂക്കൾ കുളിക്കുന്നതും കണ്ടു. ഈ കാഴ്ചകളെല്ലാം മനസ്സിൽ മയൂര നൃത്തമാടി ആഹ്ലാദത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിച്ചു. അവസരം കിട്ടുമ്പോൾ ഏകാന്തമായി ധ്യാനിക്കുക, പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുമൊത്ത് കടൽ തീരത്ത് പോവുക, അല്ലെങ്കിൽ പ്രശാന്ത സുന്ദരമായ താഴ്വാരത്തിൽ, അല്ലെങ്കിൽ മലമുകളിൽ, അവിടെയെല്ലാം ഇരുന്ന് പ്രകൃതിയെ ആസ്വദിക്കുക. അപ്പോൾ ദിവംഗതനായ പ്രിയപ്പെട്ട കവി വിഷ്ണുനാരായൺ നമ്പൂതിരി മാഷിനോടൊപ്പം നമ്മളും വെണ്മകളുടെ ജൈത്രയാത്ര കാണും. ആ കവിവചസ്സുകൾ തന്നെ ഉദ്ധരിക്കട്ടെ. പൂത്ത മുല്ല, വെള്ളാരങ്കലിൽ മഞ്ഞു നീർക്കണം, മേടച്ചൂടുവറ്റിയ പകൽ, വിണ്ണിൽ ചോടു തെറ്റാതെ നീങ്ങുമൊരു വൃദ്ധ നക്ഷത്രം, കുരുനെറ്റിയിൽ തൊട്ട ചന്ദനം, തിരക്കൈകൾ കുറിക്കും വിദ്യാരംഭവേദിയാം മണപ്പുറം, പോള പൊട്ടിയ കമുകിൻ്റെ പൂക്കുല, മുലപ്പാൽ നുണച്ചിടും ഇളം ചുണ്ടിലെ നിലാവല, പൊള്ളിടും മെയിൽ തലോടുന്ന കൈത്തലം, വിട ചൊല്ലിടും നാവിൽ പതറുന്ന മംഗളവാക്യം, ഗൂഢമാമേതോ ദയാവായ്പിനെപ്പറ്റി സന്ധ്യാവേളയിൽ അബോധമായൂറും അവ്യക്തജ്ഞാനം. ഇവയെല്ലാം മനസ്സിൽ ആഹ്ലാദത്തിരകൾ ഉയർത്തും. മനസ്സിൽ സന്തോഷം നിറയ്ക്കാൻ ഇതിലും അപ്പുറം എന്താണ് വേണ്ടത്? ഇനി ഇതൊന്നും സാധ്യമല്ലെങ്കിൽ ഇനിയുമുണ്ടൊരു മാർഗം. ദയാതൽപരനാവുക, കാരുണ്യപ്രവർത്തികൾ ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു കണ്ണീർക്കണം പൊഴിക്കുക. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്നാണ് അക്കിത്തം പാടിയത്. അതെ, 1000 സൂര്യ തേജസ് മനസ്സിൽ വിടരാൻ നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ നിർച്ഛരി ആനന്ദ തിരമാലകളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം.
a student enrichment program.